ഒരേ ജോലിയല്ല ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ കഥാപാത്രമാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ ജോലിയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോഴൊരു അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത സിനിമ. അത് സംഭവിക്കുകയാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ജിത്തു പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്, ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇയാൾക്കും ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കുറച്ചുകൂടി ഫിലോസഫിക്കലാകുന്നു, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതൊരു മടുപ്പായിട്ട് ഒരിക്കലും തോന്നാൻ കാര്യമില്ല. കാര്യം ജോർജ് കുട്ടിക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കില്ല, ഈ കഥ നടക്കില്ല, ഈ കുടുംബം നടക്കില്ല. അതുകൊണ്ട് ഒരിക്കലും, പിന്നെ നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് ഒരു മടുപ്പ് തോന്നിയാൽ, അങ്ങനെ തോന്നാതിരിക്കട്ടെ, അങ്ങനെ തോന്നിയാൽ അത് നിർത്തുകയാണ് വേണ്ടത്. കാര്യം ആ മടുപ്പ് മറ്റുള്ളവരിലേക്കും എല്ലാം പടരും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും. പക്ഷേ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ പോലെയുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആക്ടേഴ്സിനും അങ്ങനെ നമ്മുടെ വിദേശത്ത് പല ആക്ടേഴ്സും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റിൽ പോയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആക്ടേഴ്സുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സന്തോഷമായിട്ട് പോവുകയാണ്. ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് പോക്കോട്ടെ. ഞാൻ മൈക്ക് തരാം. ജോർജ് കുട്ടി ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സൊക്കെ, ജോർജ് കുട്ടിക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു. അപ്പം ജോർജ് കുട്ടി എന്താണ് ഇപ്പോൾ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്? മോനെ, ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വന്ന് അങ്ങനെ ആവും. അസത്യം, തമാശ പറഞ്ഞല്ല. അപ്പൊ ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് 4-5 ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ നമ്മള് ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, മോഹൻലാലാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് ഈ ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു 3 പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ 2 പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രധാന പരാതി വന്നത്, അല്ലെങ്കിൽ വിമർശകരൊക്കെ പറയുന്നത്, ഇത് ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ലാലേട്ടൻ എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുക? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും അതെ, ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടിയുടെ ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ, പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള, ഞാൻ 10-20 വർഷം കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പൊ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ മുണ്ടൂരി പോലീസുകാരുടെ തലയിൽ ഇടിച്ച് സൂപ്പ് കാണിക്കുക അവന്മാരെ. അപ്പൊ അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുൾ ആയി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പൊ ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ
ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മേർഡറും എല്ലാം നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്, അവിടെ തന്നെ അവർ കുഴിച്ചു. അത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പം ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതറ്റം വരെ ഞാൻ പോകും. അങ്ങനെ ഒരു ആള് പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്, ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടു പോകും. അതുകൊണ്ട് ആരും അതിനെ ശ്രമിക്കണ്ട. താങ്ക് യു. ഹലോ സർ, എൻ്റെ പേര് സ്മിത, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ടീസർ കണ്ടപ്പം ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ്. അതിനോട് ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലവ് ടു ആസ്ക് ഡയറക്ടർ ജിത്തു ജോസഫ് സർ, ഇതിനകത്തെ ക്യാരക്ടർ എസ്തർ, എസ്തറിൻ്റെ ഒരു അനു rather than എസ്തർ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷീ ഹാസ് നോ ചൈൽഡ്ഹുഡ് ഫ്രം എ വെരി യങ് ഏജ്. ഈ ഒരു ഷീ ഹാസ് ബീൻ ആൻ അഡൾട്ടിഫൈഡ് ചൈൽഡ്. അതിനെ എത്രത്തോളം ഇതിൽ കവറേജ് ചെയ്യുന്നുണ്ട്? Actually, she is also a victim of that night. അപ്പോൾ അനുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആക്ച്വലി അനു സംസാരിച്ചപ്പോൾ പറഞ്ഞു ഷീ ഈസ് നോട്ട് ഷോയിങ് ഇറ്റ് ഔട്ട്സൈഡ് ആക്ച്വലി. കാരണം അതിൻ്റെ പ്രോബ്ലം ആരെങ്കിലും ഈ ഫാമിലിയിൽ അതർ ദാൻ അഞ്ജു ആരെങ്കിലും അത് ആ ഒരു ഫിയറും ഇതും ഒത്തിരി കാണിച്ചാൽ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് അഞ്ജുനെ ആയിരിക്കും. സോ ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ ഒരു പ്രായത്തേക്കാൾ കഴിഞ്ഞ ഒരു മാച്യൂരിറ്റി അനുവിനുണ്ട്. പക്ഷെ ഔട്ടർ സൈഡിൽ ആ മാച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ടിപ്പിക്കൽ ടാൻഡ്രംസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് നിൽക്കണം എന്നൊരു പ്രേക്ഷകർക്കൊരു ഡൗട്ടുണ്ട്. ഇതിൽ ആരാണ് മോശം, ആരാണ് നല്ലതെന്ന് രണ്ടുപേർക്കും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ന്യായം രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. മകനെ തേടുന്ന ഒരു അമ്മ, കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ശരിക്കും ഗീതാപ്രകാരം നീതി കിട്ടിയിട്ടില്ല, ഒന്നിലും നീതി കിട്ടിയില്ല, രണ്ടിലും നീതി കിട്ടിയില്ല, മൂന്നിലെങ്കിലും നീതി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ശരിക്കും പെട്ടെന്ന് നിൽക്കണമെന്ന് അത് ഒരു സിനിമയെ സംബന്ധിച്ചൊരു അങ്ങനെ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ല. ദൃശ്യം 3 എങ്ങനെയാണ്, നീതി കിട്ടുമോ? ഉത്തരം മെയ് 21 കറക്റ്റായിട്ട് നിങ്ങൾക്കെല്ലാം കിട്ടുക. പക്ഷേ ഗീതാപ്രഭാകരന്റെ ഭാഗത്ത് ന്യായമുണ്ടോ നീതിയുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വന്തം മക്കൾ, അവരവരുടെ മക്കൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ പോകണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അവരൊരു പോലീസ് ഓഫീസറും കൂടി ആയിരുന്നു. സോ നോക്കാം, ദൃശ്യം 1, 2, ഇനി 3 എന്തായിരിക്കും ഗീതാപ്രഭാകരൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മെയ് 21 വരെ. താങ്ക് യു. സിദ്ദിഖിക്ക ഇവിടെ ഇപ്പം ദൃശ്യം 1ഉം 2ഉം കാണുമ്പോൾ ഇപ്പൊ 2 ഫാമിലിയുടെ കഥയാണെന്ന് പറഞ്ഞു. ഇപ്പം ചേട്ടന്റെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗീതാ പ്രഭാകരന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാവണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ 3 ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കുമോ ചാൻസ്? എന്താണ് തോന്നുന്നത്? മൈക്ക് വേണം അതിനു മുമ്പേ. ഏതായാലും ഇപ്പൊ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോ ദൃശ്യം 4 ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരുടെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കാനൊക്കെ നീ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക്. ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത്. ചോദ്യത്തിലേക്ക് വരാം.
ഇത് പല കുടുംബത്തിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വളരെ നന്നായിരിക്കും, അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ ആൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുണ്ടാവും, തിരിച്ചുണ്ടാവും. വളരെ നല്ല സ്വഭാവമുള്ള അമ്മയും ആകെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അച്ഛനും ഉണ്ടാവും. ഇവർക്ക് ഉണ്ടാവുന്ന മക്കളുണ്ടാവും, ആ മക്കൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശരിക്കും നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഏറ്റവും തുറന്ന് സംസാരിക്കുന്ന, അച്ഛനും അമ്മയും ഏറ്റവും അധികം സ്നേഹിക്കുകയും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ചിലപ്പോൾ എപ്പോഴും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കുന്ന മക്കൾ.